തൃശൂർ സ്വരാജ് റൗണ്ടിനടുത്ത് കൂറ്റൻ മരം വീണ് ഓട്ടോറിക്ഷ തകർന്നു. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തമൊഴിവായത്. മരം വീണ് ലൈനുകൾ പൊട്ടിയതോടെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. തൃശൂർ സ്വരാജ് റൗണ്ടിലേക്ക് കയറുന്ന സെന്റ് തോമസ് കോളേജ് റോഡിലാണ് വൻമരം പിളർന്ന് റോഡിലേക്ക് വീണത്. ജില്ലാ ആശുപത്രി വളപ്പിലെ മരമാണ് വീണത്. മരത്തിനടിയിൽപ്പെട്ട് പെട്ടി ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. 2 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. മരം വീഴുന്നതിന് ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് ബസ് ഈ വഴി കടന്നുപോയിരുന്നു. അഗ്നിഗോളം കണക്കെയാണ് മരവും വൈദ്യുത കമ്പികളും വീണതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ആകെ തീയായിരുന്നു. തീക്കട്ട പൊട്ടിയിട്ട് ലൈൻമേലേക്ക് വീണു, ഓട്ടോറിക്ഷയിലേക്ക് വീണു. ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ ആരും ഉള്ളിൽ പെട്ടിട്ടില്ല, തന്നെ വീഴായിരുന്നു. പൊട്ടി വീണു. അപ്പൊ ഈ ലൈൻ പൊട്ടിയോ ഭയങ്കര സ്ഫോടനായിരുന്നു. ഇത് വീണു, ഈ ഒരു ബസ് അപ്പുറത്തേക്ക് കടന്നു. വലിയ ദുരന്തം ഉണ്ടായിരുന്നു. ആ ഒരു 5-8 ആളുകൾക്ക് പരിക്കും പറ്റിനെ. സമീപത്തെ തൊഴിലാളികളുടെ ഓട്ടോയാണ് തകർന്നത്. വർഷങ്ങളായിട്ട് ഇവിടെയാണ് ഇട്ട് പോവാറ്. പലപ്പോഴും ഈ മരം മുറിക്കാൻ എല്ലാവരും ഈ ഹോസ്പിറ്റലിൽ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടും അധികൃതരുടെ ഒരു അനാസ്ഥ തന്നെയാണ്. തിരക്കേറിയ വഴിയിലാണ് മരം വീണത്. രാവിലെ നേരത്തെ ആയതിനാലും വിദ്യാലയങ്ങൾ അവധിയായതിനാലും വൻ ദുരന്തം ഒഴിവായി. മണിക്കൂറുകളെടുത്താണ് അഗ്നിശമന സേന മരം മുറിച്ചു മാറ്റിയത്. തൃശൂരിൽ വിവിധയിടങ്ങളിൽ റോഡുകളിലേക്ക് മരം കടപുഴകി വീണിട്ടുണ്ട്. റിപ്പോർട്ടർ, തൃശൂർ.